പ്രധാനമന്ത്രി ഇനിയും വരട്ടെ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇനിയും വരട്ടെ. അതുകൊണ്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ. കേരളത്തിൽ BJP അപ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ ജനമനസ്സെന്ന് വെച്ചാൽ സെക്കുലറാണ്, മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ, പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ, ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. നമുക്കുള്ളൊരു അഭിമാനം എന്താണ്? കേരളത്തിലെ ജനത പ്രബുദ്ധമായ ഒരു ജനതയാണ്. അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനൊന്നും സ്വീകരിക്കില്ല. അവരത് വെറുപ്പോടുകൂടി തള്ളിക്കളയും. പിന്നെ അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാണ് തള്ളിപ്പറയണത്? പ്രധാനമന്ത്രി 5 പ്രാവശ്യം വന്നാൽ നമ്മളെന്താ പേടിച്ചകത്ത് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതിനുള്ള കൗണ്ടർ ക്യാമ്പയിൻ നടത്തും.